നമസ്കാരം. ലോക രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഒരു നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി ചൈനയെയും റഷ്യയെയും മാത്രം ലക്ഷ്യം വെക്കാറുള്ള അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം ഇതാദ്യമായി പാകിസ്ഥാനെ തങ്ങളുടെ രാജ്യത്തിന് നേരിട്ടുള്ള ഭീഷണിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് സെനറ്റിൽ നടത്തിയ ഈ പ്രസ്താവനയുടെ പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്താണ് തുളസി ഗബ്ബാർഡ് പറഞ്ഞത്? അമേരിക്കൻ മണ്ണിൽ വരെ എത്തിച്ചേരാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ അതിവേഗം വികസിപ്പിക്കുന്നു എന്നാണ് തുളസി ഗബ്ബാർഡ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. വെറുമൊരു മിസൈൽ പരീക്ഷണമല്ല, മറിച്ച് അമേരിക്കയുടെ ഹോംലാൻഡിന് അഥവാ സ്വന്തം മണ്ണിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഡെലിവറി സിസ്റ്റങ്ങൾ പാകിസ്ഥാൻ നിർമ്മിക്കുന്നു എന്നതാണ് US ഇന്റലിജൻസിനെ ആശങ്കയിലാക്കുന്നത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനെയും അമേരിക്ക ചേർത്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച പ്രാധാന്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അതീവ ഗൗരവമുള്ളതാണ്. അയൽരാജ്യമായ പാകിസ്ഥാന്റെ ആണവശേഖരം എത്രത്തോളം അപകടകരമാണെന്ന് ഇന്ത്യ കാലങ്ങളായി ലോകത്തോട് പറയുന്നതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക തന്നെ ഇത് സമ്മതിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ സഹായം ഉണ്ടെന്നതും പരസ്യമായ രഹസ്യമാണ്. അമേരിക്കയെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾ പാകിസ്ഥാന്റെ പക്കലുണ്ടെങ്കിൽ അത് ഏഷ്യൻ മേഖലയിലെ സമാധാനത്തിന് എത്രത്തോളം വലിയ വെല്ലുവിളിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കയ്യിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളുടെ കയ്യിലോ എത്താനുള്ള സാധ്യതയും തുളസി ഗബ്ബാർഡ് തള്ളിക്കളയുന്നില്ല. 2035 അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളിൽ പാകിസ്ഥാന്റെ പങ്ക് വലുതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് കേവലമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ നയതന്ത്ര മാറ്റങ്ങളുടെ സൂചനയാണ്. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ ഇന്ത്യയും ലോകരാജ്യങ്ങളും എങ്ങനെ പ്രതിരോധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.